എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയകാല നാടൻ പലഹാരമായ പുഴുങ്ങുണ്ട വീഡിയോ ആണ്. ഈ ഒരു പലഹാരം നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് മുമ്പ് ഉണ്ടാക്കി തന്നിരുന്നതാണ്. വളരെ രുചികരമാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ടും അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളുമാണ്. ഒരു കണ പുട്ട് വേവിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് കടകളിൽ നിന്നും എണ്ണ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി അവർക്ക് കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. പുഴുങ്ങുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവില് പുട്ടുപൊടിയാണ്. ഈ ഒരു പുട്ടുപൊടി അല്പം ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പുട്ടിന് മാവ് കൊടുക്കുന്ന രീതിയിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നനച്ച പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നമ്മുടെ വീഡിയോസിന് ലെങ്ത് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുട്ടുപൊടി നനച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീടുകളിൽ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് പൊടി ബാലൻസ് വരുവാണെങ്കിൽ ഇതുപോലെ 4 മണിക്കും നല്ലൊരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 മുറി നാളികേരം തിരുമിയതാണ്. ഈ ഒരു നാളികേരത്തിന്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ നാളികേരം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വേണം ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ചേർക്കാനായിട്ടും. ഇനി ഈ നാളികേരത്തിലേക്ക് 1 ടീസ്പൂൺ അളവില് നല്ല ജീരകവും 5-6 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഒതുക്കിയെടുക്കാനായിട്ടും. നാളികേരം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ഒതുക്കിയ നാളികേരം ചേർക്കാം. ഇനി നമ്മുടെ പുഴുങ്ങുണ്ടയ്ക്ക് ഒരു മധുരമൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവില് ശർക്കരപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അധികം ഓവറായിട്ട് മധുരം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു നേരിയ മധുരം മാത്രമേ പുഴുങ്ങുണ്ടയ്ക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി നമ്മുടെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നാളികേരവും പുട്ടുപൊടിയും ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു നാളികേരപ്പാലിന്റെ ആ ഒരു സ്വാദൊക്കെ നമ്മുടെ ഈ ഒരു പുഴുങ്ങുണ്ടയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടുന്നതും. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പൊടി ഇരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് ഈ പൊടി ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് ഉരുട്ടിയും കൂടെ നോക്കണം. ഇപ്പോൾ നമ്മൾ ഉരുട്ടി നോക്കുമ്പോൾ കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ചേർക്കരുത്. 1 സ്പൂൺ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വീണ്ടും നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്നുകൂടെ കുഴച്ച് നോക്കാം. മധുരമെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു പലഹാരമൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്നത് ഒന്നാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഒരു പലഹാരത്തിന്റെ സ്വാദൊന്നും അറിയണമെന്നില്ല. എങ്കിലും നാട്ടിൻപുറത്തുള്ള അമ്മമാര് അവരുടെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇനി വീണ്ടും നമുക്ക് കുറച്ച് പൊടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതേ ഒരു ഷേപ്പിലാണ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. എത്ര എളുപ്പമാണെന്നറിയോ ഈ ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. നിത്യവും തയ്യാറാക്കുന്ന എണ്ണപ്പലഹാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ഇതുപോലെ നാടൻ പലഹാരമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കണം. രണ്ടാമത് നമ്മളിതുപോലെ ഉരുട്ടി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ബോളും നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പുഴുങ്ങുണ്ട ഞാനിതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് പൊടിയിൽ നിന്നും ഇത്രയും എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ആവിപാത്രത്തിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഓരോന്നും ഇതുപോലെ പെറുക്കി വെച്ച് കൊടുക്കാം. പുട്ടുപൊടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് സൂക്ഷിച്ച് വേണം നമുക്കിതുപോലെ ഒന്ന് പെറുക്കി വെക്കാനായിട്ടും. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ ഒന്ന് പെറുക്കി വെച്ചിട്ടുണ്ട്. ഈ പുഴുങ്ങുണ്ട വേവിച്ചെടുക്കാനായിട്ട് ആവിപാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് നല്ല പോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടാറിയതിനു ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.